ഇടുക്കി പോലുള്ള ഭൂപ്രദേശങ്ങളിൽ മാത്രം വളരുന്ന ഏലം കുട്ടനാട്ടിലെ ചെളിമണ്ണിൽ വിളയിച്ചിരിക്കുകയാണ് മുൻ പ്രധാന അധ്യാപകനായ ഇ വി ബൈജു. കൃഷിയോട് പണ്ടുമുതലേ താല്പര്യമുണ്ടായിരുന്ന ബൈജു നീർക്കുന്നത്തെ തന്റെ പുരയിടത്തിൽ നട്ടു വളർത്തിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഔഷധ സസ്യങ്ങളാണ്. കൃഷിയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ് മുൻ പ്രധാന അധ്യാപകൻ കൂടിയായ ബൈജുവിനെ കുട്ടനാട്ടിലെ ചെളിമണ്ണിൽ ഏലവും കുരുമുളകും കാപ്പിയും കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. മണ്ണറിഞ്ഞ് മനം നിറഞ്ഞ് ബൈജു കൃഷി ചെയ്തതോടെ കുട്ടനാടിൻ്റെ മണ്ണിൽ വളരില്ലെന്ന് കരുതിയ പല സസ്യങ്ങളും വളർന്ന് പന്തലിച്ചു. ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കൂടുതൽ സമയവും കൃഷിയിടത്തിൽ തന്നെയാണ് ബൈജു സമയം കണ്ടെത്താറുള്ളത്. ഇതുതന്നെയാണ് ഈ കൃഷി വിജയത്തിന് പിന്നിലെ ഇന്ധനം. വയനാട്ടിൽ നിന്നെത്തിച്ച ഏലം തൈ അങ്ങനെ ആലപ്പുഴയുടെ മണ്ണിലും വേരുപിടിച്ചു. പിന്നെ കാപ്പി, നമ്മുടെ വാനില, ഏലം ഇങ്ങനെയുള്ള സസ്യങ്ങളും കൊണ്ടുവന്ന് പിടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ വളരെ പരീക്ഷണ രീതിയിലാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നാലും നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇത് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെട്ടു. അപ്പം പിന്നെ അതിലേക്ക് എൻ്റെ ശ്രദ്ധ കൂടുതലായിട്ട് തിരിയുകയും അങ്ങനെ ഞാൻ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഇപ്പം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, വിഷലിപ്തമായിട്ടുള്ള പച്ചക്കറികൾ, പിന്നെ നമ്മുടെ പക്ഷിയുടെ മുട്ട, കോഴിയുടെയൊക്കെ മുട്ട, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഹോർമോണൊന്നും ഇല്ലാത്ത മുട്ട നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെച്ചമെന്ന് പറയുന്നത്. വാനില, വഴന, കറുവ, അത്തറുണ്ടാക്കുന്ന ഊതുമരം, അഗസ്ത്യാർവനത്തിൽ മാത്രം കാണുന്ന ആരോഗ്യപ്പച്ച എന്നിവയും ബൈജുവിൻ്റെ കൃഷിയിടത്തിലുണ്ട്. ഇതിനെല്ലാം പുറമെ ലവ് ബേഡ്സ്, കോഴികൾ, താറാവ്, വിദേശീനം പൂച്ചകൾ എന്നിവയും ബൈജുവിൻ്റെ കൃഷിയിടത്തെ സമ്പന്നമാക്കുന്നു. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ സായന്തനങ്ങൾ ചിലവഴിക്കാൻ ഒരു ചെറിയ പാർക്കും ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ കൃഷിയും കാര്യവുമായി നീർക്കുന്നത്ത് വിപ്ലവം തീർക്കുകയാണ് ഈ മുൻ പ്രധാന അധ്യാപകൻ. മനസ്സറിഞ്ഞ് കൃഷി ചെയ്താൽ ഏതു മണ്ണിലും പൊന്നു വിളയിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബൈജു സാറിൻ്റെ ഈ കൃഷിയിടം. ആലപ്പുഴയിൽ നിന്നും ആർ ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.